കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ്ഷു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ വീടിൻ്റെ വാസ്തുവിനെ പറ്റി പറയുന്നു. വീടിൻ്റെ വാസ്തുവിനെ പറ്റി പറയുമ്പോൾ എല്ലാവരും പറയുന്നത് മൊത്തത്തിലുള്ള ഒരു വാസ്തുവിനെ പറ്റിയാണ്. മൊത്തത്തിലെന്ന് പറയുമ്പോൾ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗം കന്നിമൂല ഭാഗം ഉയർന്നിരിക്കണം. അത് കഴിഞ്ഞിട്ട് വടക്ക് കിഴക്ക് ഭാഗം ഏറ്റവും താഴ്ന്നിരിക്കണം. പിന്നെ പടിഞ്ഞാറ് ഭാഗവും തെക്ക് വശവും ഉയർന്നിരിക്കാം. പിന്നെ അഗ്നിക്കോണ് തെക്ക് കിഴക്ക് ഭാഗത്ത് വേണം അഗ്നിയുടെ സാന്നിധ്യം ഉണ്ടാവാൻ, അല്ലെങ്കിൽ അടുപ്പുണ്ടാവാനായിട്ട്. വെള്ളത്തിൻ്റെ സാന്നിധ്യം വന്നിട്ട് വടക്ക് കിഴക്ക് ഈശാന കോണിലാകാം. അങ്ങനെ ഓരോ ദിക്കിനും പിന്നെ ഓരോ വീടിൻ്റെ ഡോറുകൾ ഓരോ ഭാഗത്തെയും ഉച്ചം നീചം എന്നും പറഞ്ഞിട്ട് ഡോറിൻ്റെ സ്ഥാനങ്ങൾ തിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഉച്ചസ്ഥാനത്താണ് നമ്മൾ ഡോറുകൾ പണിയുന്നതെങ്കിൽ അല്ലെങ്കിൽ സ്ഥാപിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകളും നേട്ടങ്ങളും ഉണ്ടാകുമെന്നും, അതേ സമയം നീചസ്ഥാനത്താണ് നമ്മളുടെ വീടിൻ്റെ ഡോറുകൾ ഇരിക്കുന്നതെങ്കിൽ നമ്മുടെ വീടിൻ്റെ അഭിവൃദ്ധിയെ പലതരത്തിലും അത് തടസ്സമായി നിൽക്കുന്നതായിട്ടും വാസ്തുവിൽ പറയുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് വാസ്തുവിൽ നമുക്ക് ഗേറ്റിൻ്റെ സ്ഥാനങ്ങൾ നിർദ്ദേശിക്കുന്നത്. ഉച്ചസ്ഥാനത്തുള്ള ഒരു ഗേറ്റ് നമ്മളെ അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുപോകുമെന്നും, നീചസ്ഥാനത്തുള്ള ഗേറ്റ് ആണെങ്കിൽ നമ്മളെ ദോഷഫലങ്ങളിലേക്ക് കൊണ്ടുപോകുമെന്നും വാസ്തുവിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് മൊത്തത്തിൽ ഉള്ള കെട്ടിടത്തിൻ്റെയും മൊത്തത്തിലുള്ള വസ്തുവിൻ്റെയും കാര്യമാണ്. അതേസമയം ഇതുപോലെ തന്നെയാണ് ഓരോ റൂമുകളും നമ്മൾ കാണേണ്ടത്. ഇപ്പോൾ ഒരു റൂം പണിയുമ്പോൾ ആ റൂമിൻ്റെ നീചസ്ഥാനം ഏത്, ഉച്ചസ്ഥാനം ഏത്, അതിലെവിടെ വാതിലുകൾ വരാം, അല്ലെങ്കിൽ അതിലെവിടെ നമുക്ക് ഭാരമുള്ള വസ്തുക്കൾ വയ്ക്കാം, ഏത് ഭാഗം ഒഴിച്ചിടണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. നമുക്കൊരു പ്ലാനിലേക്ക് പോകാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. അത് നമുക്കിതിൽ കോമൺ ആയിട്ട് വേറൊരു കാര്യം പറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെസ്റ്റ് എപ്പോഴും ഉയർന്നു നിൽക്കണം, പടിഞ്ഞാറ് ഭാഗം എപ്പോഴും ഉയർന്നു നിൽക്കുകയും ഈസ്റ്റ് എപ്പോഴും താഴ്ന്നു നിൽക്കുകയുമാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സൗത്ത് വെസ്റ്റ്, അതായത് തെക്ക് പടിഞ്ഞാറ് കന്നിമൂല ഭാഗം ഉയർന്നിരിക്കുകയും നോർത്ത് ഈസ്റ്റ് വടക്ക് കിഴക്ക് ഭാഗം, അതായത് ഈശാന കോണ് താഴ്ന്നിരിക്കുകയും ചെയ്യുന്ന ഒരു വസ്തുവാണെങ്കിൽ അതിലെ താമസക്കാരനെ കോടീശ്വരനാക്കും എന്നാണ് പറയുന്നത്. വാസ്തു കോടീശ്വരനാക്കും എന്നാണ് പറയുന്നത്. അതിലെ വാസ്തുഫലങ്ങൾ അദ്ദേഹത്തെ കോടീശ്വരനാക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഒത്തിരി വീടുകളിൽ നമുക്കത് വളരെ റിസൾട്ടായിട്ട് കാണുന്നുണ്ട്. അതായത് അഭിവൃദ്ധിയുള്ള വീടുകളൊക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അവരുടെ വാസ്തുവിൻ്റെ അല്ലെങ്കിൽ ഭൂമിയുടെ ഒരു ചരിവ് ഇപ്രകാരമാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് നമുക്കൊരു പ്ലാനിലേക്ക് പോവാം. ഇത് ഒരു സ്ക്വയർ ആക്കി ഞാൻ എടുത്തിരിക്കുകയാണ്. ഒരു വീടിനെ സ്ക്വയർ ആക്കി എടുത്തിരിക്കുകയാണ്. ഞാനൊരു സ്ക്വയറിലേക്ക്, നമ്മളൊരു വീട് എപ്പോഴും വെക്കുമ്പോൾ ഒന്നുകിൽ അത് സ്ക്വയർ ആയിരിക്കണം, അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ആയിരിക്കണം. ഒരു കാരണവശാലും ഇതിൻ്റെ വീതിയുടെ ഇരട്ടിയിൽ കൂടുതലാകാൻ പാടില്ല അതിൻ്റെ നീളം. ആ വീടിനൊരു അഭിവൃദ്ധി ഉണ്ടാവില്ല. ഉദാഹരണത്തിന് ഒരു 15 അടി നീളമുള്ള വീതിയുള്ള വീടാണെന്നുണ്ടെങ്കിൽ ഒരു 30 അടിക്ക് മുകളിൽ അതിൻ്റെ നീളം പോകാൻ പാടില്ല. അതിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ ആ വീടിന് ഒരു പുരോഗതി ഉണ്ടാവില്ല. ഇപ്പോൾ ഇത് കിഴക്കോട്ട് ദർശനമുള്ള ഒരു വീടാണ്. അപ്പം ഇതിൻ്റെ റൂം നമുക്ക് പണിയുന്നത് ഇവിടെ നമ്മൾ ഇതെടുത്തു. അപ്പോൾ ഇത് നമ്മൾ വീട് എപ്പോഴും സ്ക്വയർ ആയിരിക്കണം. അപ്പോൾ ഇതിന് നമ്മൾ ആദ്യം ഒരു സ്ക്വയർ എടുത്തു. ഇനി ഇതിനകത്ത് നിർത്തി നമ്മൾ റൂമുകൾ കണക്കാക്കുകയാണ്. അപ്പം ഇത് സൗത്തും വെസ്റ്റും കൂടെ കൂടിച്ചേരുന്ന മൂല സൗത്ത് വെസ്റ്റ് മൂല. അപ്പോൾ എന്താ പറയുന്നത്, കന്നിമൂല ഭാഗത്ത് മാസ്റ്റർ ബെഡ്റൂം വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ കന്നിമൂല ഭാഗത്ത് ഒരു മാസ്റ്റർ ബെഡ്റൂം പണിഞ്ഞു. ഇത് മാസ്റ്റർ ബെഡ്റൂമായി. ഇനി ഈ ബെഡ്റൂമിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നോക്കണം. ഈ ബെഡ്റൂമിൽ അപ്പോൾ വീടിൻ്റെ മൊത്തം വീടിൽ ഏറ്റവും ഭാരം കൂടി നിൽക്കേണ്ട സ്ഥലം എവിടെയാണ്? തെക്ക് പടിഞ്ഞാറാണ്. അതുകൊണ്ടാണ് നമ്മൾ വാട്ടർ ടാങ്ക് വീടിൻ്റെ മുകളിൽ തെക്ക് പടിഞ്ഞാറ് സ്ഥാപിക്കുന്നത്. അപ്പോൾ അതുപോലെ ഇതിൻ്റെ ഈ ബെഡ്റൂമിലും ആ പറയപ്പെടുന്ന കന്നിമൂല ഭാഗത്ത് നിങ്ങൾക്ക് ക്യാഷ് വയ്ക്കുന്ന അലമാര അവിടെ വയ്ക്കാം. അപ്പോൾ ആ ഭാഗം ഉയർന്നിരിക്കും. അതിൻ്റെ നോട്ടം വടക്കോട്ടാക്കാം. അപ്പോൾ വടക്ക് എന്താണ്? കുബേര ദിക്കാണ്. അപ്പോൾ അതിനെ വടക്കോട്ട് വയ്ക്കാം, അതിൻ്റെ നോട്ടം വടക്കോട്ട് കൊടുക്കാം. അപ്പം ഇതിലെ ആ ഭാഗം കന്നിമൂല നമ്മൾ ഉയർത്തി. ഇനി ഇതിനകത്ത് നമുക്ക് ഇപ്പം അഗ്നിയുടെയോ വെള്ളത്തിൻ്റെയോ ആവശ്യം ബെഡ്റൂമിനകത്ത് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് കന്നിമൂല ഭാഗം ക്യാഷിൻ്റെ അവിടെ ഉയർത്തി. ഇനി ഇതിൻ്റെ ഡോറ് നമുക്ക് ഒരു ഉച്ചസ്ഥാനത്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നമ്മൾ വടക്ക് കിഴക്ക് ഭാഗം ഡോറിന് വീടിൻ്റെ പ്രധാന വാതിലിന് ഉത്തമമാണെന്ന് ഞാൻ പല പ്രോഗ്രാമിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഈ ബെഡ്റൂമിൻ്റെ വടക്ക് കിഴക്ക് ഭാഗം നമുക്ക് ഇതിൽ പ്രധാന ഡോറ് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ ഭാഗത്ത് പ്രധാന ഡോറ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇതിൻ്റെ ആ റൂമിൻ്റെ ഉച്ചസ്ഥാനത്ത് നമുക്കത് കിട്ടും. അടുത്തതായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇവിടെ ഒരു വർക്ക് ഏരിയ കൊടുക്കുകയാണ്. ഇത് വന്നിട്ട് വർക്ക് ഏരിയയും ഇത് കിച്ചണുമാണ്.
അപ്പം ഈ വർക്ക് ഏരിയ നമുക്ക് സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പം ഈ വർക്ക് ഏരിയയുടെ ഡോർ എവിടെ കൊടുക്കണം? വർക്ക് ഏരിയയുടെ ഡോർ കൊടുക്കുമ്പോഴത്തേക്കാണ് അതിൻ്റെ ഉച്ചസ്ഥാനത്ത് കൊടുക്കണം. ഇത് വെസ്റ്റ്, ഇത് ഈസ്റ്റ്, ഇത് നോർത്ത്, ഇത് സൗത്ത്. അപ്പോൾ അതിൻ്റെ ഉച്ചസ്ഥാനം എന്ന് പറയുന്നത് വടക്ക് കിഴക്ക് ഭാഗം, ഇവിടെ കൊടുക്കാം നമുക്ക് ഡോർ. വടക്ക് കിഴക്ക് ഭാഗം ഇതിൽ ഇത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം, അല്ലെന്നുണ്ടെങ്കിൽ ഡോർ ചെയ്യാനായിട്ട് പറ്റില്ല. ഇത്രയും ഭാഗം കട്ട് ചെയ്ത് മാറ്റിക്കൊണ്ട് ഇവിടെ നിന്ന് ഇതിൽ ഇങ്ങനെ പിന്നെ വടക്ക് കിഴക്കിൽ നമ്മൾ ഡോർ കൊടുത്തു. ഇതിൻ്റെ വടക്ക് കിഴക്കിൻ്റെ വടക്കിൽ ഡോർ കൊടുത്തു. അടുത്തത് പിന്നെ കിച്ചൻ്റെ സ്ഥാനമാണ്, കിച്ചൻ്റെ ഡോറിൻ്റെയാണ്. കിച്ചൻ്റെ ഡോറിൻ്റെ സ്ഥാനം വടക്ക് പടിഞ്ഞാറിൽ കൊടുക്കാം. വടക്ക് പടിഞ്ഞാറിൽ കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഓരോ റൂമുകളിലും നമുക്ക് ആ ഡോറിൻ്റെ സ്ഥാനത്തിന് പ്രാധാന്യമുണ്ട്. ഇപ്പം പ്രധാന ഡോർ മാത്രമല്ല, ഓരോ റൂമുകളും നമുക്ക് ഇതുപോലെ കറക്റ്റ് ചെയ്യാം. അടുത്ത അടുക്കള വന്നു. അടുക്കള വരുമ്പോഴത്തേക്ക് അടുക്കളയുടെ അഗ്നികോൺ എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് സ്റ്റൗ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഈശാന കോണ്, വടക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് സിങ്ക് വയ്ക്കാം, വെള്ളത്തിൻ്റെ ഇത് കൊടുക്കാം. അങ്ങനെ ഓരോ ദിക്കുകളും നമുക്ക് അവിടെ ഇങ്ങനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് മൊത്തം വീടിൻ്റെ കണക്കിൽ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ബെഡ്റൂമിൽ നമുക്ക് പിന്നെ തെക്ക് പടിഞ്ഞാറ് കന്നിമൂല ഭാഗത്ത് അലമാര വെച്ചു, വടക്ക് കിഴക്ക് ഭാഗത്ത് വാതിൽ കൊടുത്തു. കിച്ചണിൽ വന്നപ്പോഴത്തേക്ക് കിച്ചൻ്റെ ഉച്ചസ്ഥാനത്തിന്റെ വാതിൽ പറയുന്നത് വടക്ക് പടിഞ്ഞാറാണ്. അപ്പോൾ ഈ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമ്മൾ വാതിൽ കൊടുത്തു. ഈ വടക്ക് കിഴക്ക് ഭാഗം വെള്ളം, സിങ്ക് കൊടുത്തു. തെക്ക് കിഴക്ക് ഭാഗം അഗ്നിയാണ്, അവിടെ സ്റ്റൗ കൊടുത്തു. അപ്പോൾ അതുപോലെ ഓരോ സ്ഥലങ്ങളും കൊടുക്കാം. ഈ വീടിന്റെ മൊത്തത്തിലുള്ള വാതിൽ നമുക്ക് വടക്ക് കിഴക്ക് ഭാഗത്ത് കൊടുക്കാം. വടക്ക് കിഴക്ക് ഭാഗത്ത് മൊത്തത്തിലുള്ള വാതിൽ കൊടുക്കാം. വാതിൽ കൊടുക്കുമ്പോഴത്തേക്ക് അതും അതിന്റെ ഉച്ചസ്ഥാനത്ത് നമുക്ക് കിട്ടുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഇതിനിപ്പോൾ ഒരു സെപ്റ്റി ടാങ്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇവിടെ നമുക്ക് സെപ്റ്റി ടാങ്ക് കൊടുക്കാം. ഇതിൻ്റെ കിണർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് ഇവിടെ കിണർ കൊടുക്കാം. ഇപ്പോൾ ഒരു ഗേറ്റിന്റെ സ്ഥാനമാണെന്നുണ്ടെങ്കിൽ അതും വടക്ക് കിഴക്ക് ഭാഗത്ത് ഇവിടെ ഗേറ്റും കൊടുക്കാം. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ ഇതിൽ കാർ പോർച്ച് പണിയാനായിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ഈ ഭാഗത്ത് കാർ പോർച്ച് പണിയാൻ കൊള്ളാം, വടക്ക് പടിഞ്ഞാറ് ഭാഗം. അപ്പോൾ അവിടെ ഈ വീടിനെ സംബന്ധിച്ച് അവിടെ പോകാൻ, കിണറും മറ്റൊക്കെ നിൽക്കുന്നവരുടെ അവിടെ പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വീടിൻ്റെ രണ്ടാമത്തെ ഓപ്ഷനായ തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് ഇത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ വീടിനും വാസ്തുവുണ്ട്, ഓരോ റൂമിനും വാസ്തുവുണ്ട്. അതനുസരിച്ച് നിങ്ങൾ വീട് ഡിസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി പ്രോസ്പെരിറ്റി നിങ്ങളുടെ ലൈഫിലുണ്ടാവും. എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.